നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫൈവ് ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ്. ഒരുപാട് ടെൻഷനുണ്ട്, വിഷമങ്ങളുണ്ട്. അവർക്ക് അവരുടെ ഈ റിലേഷനിലാണെങ്കിലും അവരുടെ കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ചുറ്റിനുള്ള ആളുകൾ അവർക്ക് സ്വസ്ഥത കൊടുക്കാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതൊക്കെ അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഫാമിലി അല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയറിൽ നിന്നായിരിക്കാം, ജോലി സ്ഥലത്തു നിന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ അവരെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ കൊടുക്കുന്ന ആളുകൾ അവരുടെ ചുറ്റിനും ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണ്. ഒരു തേർഡ് പേഴ്സണെ കാണിക്കുന്നുണ്ട്. ചിലപ്പം ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ആയിരിക്കാം. അവരെപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥത കൊടുക്കാതെ അവരെപ്പോഴും എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് അവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, മാനസികമായിട്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. സിക്സ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളോട് അവർക്ക് ആ ഒരു സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും സ്ട്രെങ്തൻ ആയിട്ടുള്ള റിലേഷനാണ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷനാണിത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇമോഷൻ അവർക്ക് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ ചുറ്റിനും അവർക്ക് പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. അത്രയും സ്ട്രെസ്സിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഹാപ്പിനെസ് കുറയുന്നതിനനുസരിച്ച് നിങ്ങളോട് അവർക്ക് ആ ഒരു സന്തോഷത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല. റിലേഷനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ റിലേഷനെയും കൂടിയും ബാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. സിക്സ് ഓഫ് സോഡ്സ് എനർജി. അവർക്ക് തോന്നുന്നത് അവരുടെ സിറ്റുവേഷൻ ഇത്രയും മോശമായ സ്ഥിതിക്ക് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൂടി ചിലപ്പം സഫർ ചെയ്യേണ്ടി വരും. അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടി സഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും മുന്നോട്ടുണ്ടാവുക എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട്. അപ്പം അവരോ സഫർ ചെയ്യുന്നു, ഇനി നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടി പെയിൻ തരുന്ന ഒരു ലൈഫായിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാം എന്നാണ് അവർ കരുതുന്നത്. സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് നന്നായിട്ട് ജീവിക്കട്ടെ, എൻ്റെ കൂടെ നിന്ന് ഇവരും കൂടി, അതായത് നിങ്ങളും കൂടി സഫർ ചെയ്യേണ്ട എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ പേഴ്സണുള്ളത് എന്നാണ് കാണിക്കുന്നത്. അവരുടെ ടെൻഷനും അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് കൂടി ഉണ്ടാവാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കൂടി പ്രശ്നമാവും, നിങ്ങൾ കൂടി കരയേണ്ടി വരും, നിങ്ങൾ കൂടി വിഷമിക്കേണ്ടി വരും എന്നാണ് നിങ്ങളെ പേഴ്സൺ കരുതുന്നത് എന്നുള്ളതാണ് കേട്ടോ. കിങ് ഓഫ് വാൺസ് എനർജിയാണ്. അവർ സത്യത്തിൽ ഈ റിലേഷൻ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങളോട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അവരുടെ സാഹചര്യം നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ലൈഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റാത്ത രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ഫുൾ കാർഡാണ്. പക്ഷേ ചില സമയത്ത് അവർ വിചാരിക്കുന്നത് ഈ റിലേഷനിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, അതിനെ ഫേസ് ചെയ്യാം എന്ന് ചില സമയത്ത് ഒരു കോൺഫിഡൻസ് അവർക്ക് വരും. പക്ഷേ അങ്ങനെ വന്നാലും ഈ ഒരു പ്രശ്നങ്ങളിലോട്ട് പോകുമ്പോൾ വീണ്ടും അവർ ഡൗൺ ആയി പോകും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ആ ഒരു കോൺഫിഡൻസ് വരുമ്പോഴാണ് റിലേഷനിലോട്ട് അവർ തിരിച്ചു വരുന്നത്. വീണ്ടും അവർക്ക് ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവർ റിലേഷനിൽ മാറി നിൽക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് റിലേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി റീസൺ ആണ്. അവരെങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ.
8 ഓഫ് കപ്സ് എനർജി, അവരിപ്പം റിലേഷനിൽ മാറി നിൽക്കുന്ന എനർജിയാണ്. അങ്ങനെ മാറി പോവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളും ഈ റിലേഷനിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടാവാം, ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ലൈഫ് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ, ആളുടെ കൂടെ സഫർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവരെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് പോവില്ല, റിലേഷനിലോട്ട് തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ ആളോട് സംസാരിച്ച് എന്താണ് ഈ ഒരു പ്രശ്നം, ആൾ അലട്ടുന്ന പ്രശ്നം എന്താണ്, അതിനൊരു സൊല്യൂഷൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടുപേരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ റിലേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് കുറയും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ഈ പേഴ്സൺ ഒരു ചീറ്റിംഗ് അല്ല, ചീറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ റിലേഷന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരെ സഫർ ചെയ്യുന്നു, ഇനി നിങ്ങൾ കൂടി സഫർ ചെയ്യേണ്ട എന്നുള്ള ഒരു നിങ്ങളുടെ ഒരു നന്മ വിചാരിച്ച് മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസ് നോക്കാം. മൈൻഡ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്, അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിലോട്ട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുകൂടി വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഡിസ്റ്റൻസ് ഇട്ടിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. പാഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ, അട്രാക്ഷൻ എല്ലാം അവർക്ക് നിങ്ങളോടുള്ളതായിട്ടാണ്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ പുള്ള് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. മെയ്, ഒക്ടോബർ, ഡിസംബർ, പത്തനംതിട്ട, ഉത്രട്ടാതി, തിരുവനന്തപുരം, ഇടുക്കി, മകീര്യം, പാലക്കാട്, ജൂലൈ, ലെറ്റർ എൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.